സാറേ, രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഈ കേരള രാഷ്ട്രീയത്തിലെ എല്ലാ കാലത്തെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പാർട്ടികളുടെ ബാഹുല്യമാണ്. പലപ്പോഴും നമുക്ക് തോന്നും ഈ തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾ കാണുമ്പോൾ നമ്മുടെ തെരുവ് മുഴുവൻ ഒരു 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 തെരഞ്ഞെടുപ്പിൽ ഒരാളെ ജയിപ്പിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ 10ഉം 15ഉം 20ഉം സ്ഥാനാർത്ഥികളൊക്കെ ലിസ്റ്റ് കാണുമ്പോൾ നമ്മൾ ഓർക്കും അമേരിക്കൻ മോഡൽ തെരഞ്ഞെടുപ്പ് മതിയായിരുന്നു എന്ന് തോന്നും. അമേരിക്കൻ ജനാധിപത്യമാണ് ശരിയെന്നൊക്കെ തോന്നും. കാരണം രണ്ട് പാർട്ടി മതി എന്ന രീതിയിൽ. അപ്പോൾ കേരളത്തിൽ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലവേദന, പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളായിട്ട് മത്സരിക്കുന്നുണ്ട്. പക്ഷെ ആ മുന്നണികൾക്കകത്ത് പലപ്പോഴും അരുതായ്മകൾ ചെയ്യാൻ രണ്ട് മുന്നണിയുടെയും നേതാക്കന്മാർ, ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും, അവർ നിർബന്ധിതരാകുന്നത് അതിനകത്തെ കൊച്ചു പാർട്ടികൾക്ക് വേണ്ടി നടത്തേണ്ടി വരുന്ന കോംപ്രമൈസാണ്. അത് ജാതിയുടെ പേരിലുണ്ടാവാം, പലപ്പോഴും ജാതി മത ശക്തികളുടെ പേരിൽ മാത്രമല്ല, മുഖ്യ പാർട്ടികൾ പിളർന്നുണ്ടാകുന്ന ഒരംശമാകാം. മുന്നണി മര്യാദ ഇവർക്കൊക്കെ ബാധകമാണല്ലോ. മുന്നണികളാണെങ്കിൽ ഇവർ ഭയപ്പെടുകയും ചെയ്യും. ചിലപ്പോൾ ഒരു പ്രധാനപ്പെട്ട കുറച്ച് സീറ്റുകളെങ്കിലും തോൽപ്പിക്കാൻ ഇവർക്ക് 10 വോട്ട് മതിയാവുമല്ലോ. ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ഒരു അവസ്ഥയുണ്ട് കേരളത്തിൽ. പക്ഷെ കേരളീയൻ പൊതുവെ ആഗ്രഹിക്കുന്നുണ്ട്, 1, 2, 3 കക്ഷികളെയൊക്കെ സഹിക്കാം, അതിനപ്പുറത്തേക്ക് വേണോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അപ്പോഴും കേരളത്തിലെ പ്രധാനപ്പെട്ട 3 മുന്നണികൾക്കും ഈ തലവേദനയുണ്ട്. അതൊന്ന് അവസാനിപ്പിക്കാൻ എന്താണ് വഴി? ഇപ്പൊ ഇന്നത്തെ ഒരു സിനാരിയോ ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ UDF-ലും LDF-ലും വേണമെങ്കിൽ NDA-ലും എന്താണ് ഇപ്പൊ ഭരണകക്ഷിയിലെ ഈ കൊച്ചു പാർട്ടികൾ ഉണ്ടാക്കുന്ന അവരുടെ ഒരു കാര്യം സത്യത്തിൽ ഇപ്പോൾ ജനസംഖ്യാനുപാതികമായിട്ടാണ്. കേരളത്തിൽ ആകെ 20 മന്ത്രിമാർ, 140 MLA-മാർ, 20 മന്ത്രിമാർ. അതിൽ ഈ 20 മന്ത്രിമാർ ജനസംഖ്യാനുപാതികമായി ഒരു ന്യായമായും കൊടുക്കേണ്ട റെപ്രസെൻറ്റേഷൻ അല്ല ഈ ഒരു ഒറ്റ പാർട്ടി, ഒരു MLA, ഒരു പാർട്ടി, ഒരു മന്ത്രി. അങ്ങനെയുള്ള അവസ്ഥ കേരളത്തിന് എന്തുമാത്രം അഭികാമ്യമാണ്? കേരളത്തിലെ ഏറ്റവും ഇന്നത്തെ വിനാശകരമായ ഒരു പ്രതിഭാസമാണ്. കാരണം എന്ന് വെച്ചാൽ 1994 അതായത് നമ്മളുടെ ഈ ത്രിതല സംവിധാനം വരുന്നതിന് മുമ്പ്, പഞ്ചായത്ത് രാജ് ആക്ടൊക്കെ വന്നിട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് EMS പറയുകയുണ്ടായി, ഇനി കേരളത്തിൽ ഈ ത്രിതല സംവിധാനം അതിലെ പ്രാദേശിക സർക്കാരുകളാണ് സമ്പൂർണ്ണ അധികാരത്തോടു കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ പ്രാദേശിക സർക്കാരുകൾ നിലവിൽ വന്നാൽ കേരളത്തിൽ 5 മന്ത്രിമാർ, ഏറിയാൽ 6, അത്ര മന്ത്രിമാരുടെ ആവശ്യമേ ഉള്ളൂ. അത് ഇന്നത്തെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അന്ന് ഇന്നത്തെ സാങ്കേതിക വിദ്യയില്ല. ഇന്നത്തെ സാങ്കേതിക വിദ്യ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും വേണ്ടി വന്ന പിന്നെ 2 or 3 മന്ത്രിമാർ അത്രേ ആവശ്യമുള്ളൂ. സത്യം. EMS അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. EMS വളരെ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. കാരണം ഒരു ജില്ലാ പ്രസിഡന്റ് ജില്ലാ മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് മാറണം എന്നാണ് EMS പറഞ്ഞ സാർ. അതെ, ശരിയാണ്. മനസ്സിലായില്ലേ? അതുപോലെ അതായത് നമ്മുടെ ഇവിടുത്തെ പൊതു സംവിധാനങ്ങൾ, പോലീസ്, വിദ്യാഭ്യാസം, ഇങ്ങനെയൊക്കെയുള്ള പൊതു സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാർ നോക്കുക. ബാക്കിയുള്ള സംഗതികൾ മുഴുവൻ ജനങ്ങൾ തീരുമാനിക്കണം. ഇപ്പോൾ വാർഡ് സഭയിൽ ഇന്നിപ്പോൾ 3 ദശാബ്ദം കഴിഞ്ഞു. ഈ 3 ദശാബ്ദം കഴിഞ്ഞിട്ട് ഇവിടുത്തെ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിന് അറിയില്ല വാർഡ് സഭയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്. അല്ലെങ്കിൽ മാഷ് പരിചയമുള്ള ആരുടെടുത്തെങ്കിലും ഒരു ഡോക്ടർ എടുത്തോ, എഞ്ചിനീയർ എടുത്തോ, കോളേജ് ലെക്ചർ എടുത്തോ. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സീനിയർ മാധ്യമപ്രവർത്തകനെടുത്ത് ചോദിച്ചു നോക്കി. അപ്പോൾ വാർഡ് സഭയിലെ അംഗങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെ ജയിച്ച അംഗത്തിന്റെ പേര് തപ്പുകയാണ് ചെയ്തത്. വാർഡ് സഭയിൽ ആ വാർഡിലെ ജനങ്ങൾ മുഴുവൻ അംഗങ്ങളാണ്. അതാരാണെന്ന് പോലും അറിയില്ല. അപ്പൊ നമ്മൾ ഒരു ആൾക്കാരെ കണ്ടു നോക്കുക, ഈ വാർഡ് സഭയിൽ പങ്കെടുത്തിട്ടുള്ള നമ്മളൊരു 100 പേരെ കണ്ടു ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരാൾ പോലും വാർഡ് സഭയിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല. ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് അറിയില്ല വാർഡ് സഭയിൽ അവരംഗങ്ങളാണോ ഇല്ല എന്നുള്ള കാര്യം. മറിച്ച് ഇപ്പൊ ആ വാർഡ് സഭയിൽ പോയിട്ട് അവർ തീരുമാനിച്ചാൽ മതി, ഇന്ന സംഗതി ഇവിടെ വേണ്ട, അല്ലെ ഇന്ന സംഗതി വേണം, അത് ഫൈനലാണ്. അതെ, ശരിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ പോവില്ല, അറിയില്ല എന്നുള്ളതാണ്. അത് ഇവിടുത്തെ മാധ്യമങ്ങളുടെ പ്രശ്നം കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ 2 or 3 മന്ത്രിമാരുടെ ആവശ്യമേ ഇന്ന് ഏറി വന്ന പോട്ടെ 5 മന്ത്രിമാർ, അതിൽ കൂടുതൽ ഒരാവശ്യവുമില്ല. അതിനാണ് നമ്മൾ ഈ 20 ഒരു തവണ 21 വന്നു. UDF-ന്റെ സമയത്ത് 21 5-ാം മന്ത്രി വന്നു. അപ്പൊ ഈ ഒരു സാഹചര്യം വാസ്തവത്തിൽ കേരളത്തിന്റെ അതുണ്ടാക്കുന്ന ചെലവാലോചിച്ച് നോക്കൂ സാർ. ഇവർക്കൊക്കെ എസ്കോർട്ട്, ഇവർക്കൊക്കെ ഔദ്യോഗിക വസതി, ഇവർക്കൊക്കെ 25-26 സ്റ്റാഫുകൾ, അവരുടെ ജീവിതകാലം വരെയുള്ള പെൻഷൻ. അപ്പം നമ്മുടെ മനസ്സിലാക്കേണ്ട സാധനം, നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളുടെ ഫോക്കസ് എന്ന് പറയുന്നത് അവരുടെ നിലനിൽപ്പാണ്. മറിച്ച് സംസ്ഥാനത്തിന്റെ ഒരു പുരോഗതിയോ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതത്തിലെ മാറ്റമോ അവർ പരിഗണിക്കുന്നില്ല.
ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും അധികാരത്തിലേക്ക് വരിക എന്നുള്ള നേതാക്കളുടെ താല്പര്യത്തിന് പ്രാമുഖ്യം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. മുൻപത് പാർട്ടികളുടെ താല്പര്യമായിരുന്നു. ഇന്നിപ്പം പാർട്ടികൾ തന്നെ, നേതാക്കൾ തന്നെ പാർട്ടികളായി മാറി. ഉദാഹരണത്തിന് CPM കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിണറായി വിജയനാണ് പാർട്ടി. അപ്പൊ പിണറായി വിജയന്റെ താല്പര്യം അനുസരിച്ചിട്ടാണ് മന്ത്രിസഭ ഫോം ചെയ്യുന്ന സമയത്ത് ആർക്ക് ആരെയൊക്കെ എന്തൊക്കെ കൊടുക്കണം, മന്ത്രിയാക്കണം, ഏത് വകുപ്പ് കൊടുക്കണം എന്നെല്ലാം അദ്ദേഹമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവരെ അത് CPM ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് പിണറായി വന്നപ്പോഴത്തേക്ക് അത് CPM വ്യക്തിയായിട്ട് മാറി. ഇത് എല്ലാ പാർട്ടികളിലും ഉണ്ട്. അപ്പൊ ഇങ്ങനെ കൂടെ നിൽക്കുന്നവർക്കുള്ള ഒരു, അതുകൊണ്ട് തന്നെ പാർട്ടികളിൽ പിളർപ്പുണ്ടാവുക സ്വാഭാവികമാണ്. രണ്ട് പിളർപ്പുണ്ടാവുമ്പോൾ രണ്ടുപേരും രണ്ട് മുന്നണിയിലേക്ക് മാറും, അല്ലെങ്കിൽ രണ്ട് മുന്നണിക്കും മന്ത്രി വേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവരുടെ ഇതിന് ചില കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. ഈ വലിയ നേതാവിന് ചിലപ്പോൾ ഏതെങ്കിലും ചില സഹായം ചെയ്തു കൊടുത്തത് ചിലപ്പോൾ ഈ ചെറിയൊരു പാർട്ടിയുടെ നേതാവായിരിക്കും. അദ്ദേഹം പിളരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കൂടെ നിർത്തേണ്ടി വരും. ഇങ്ങനെയുള്ള കമ്മിറ്റ്മെന്റുകൾ, അതായത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും താല്പര്യങ്ങളുടെ സംരക്ഷണവും മുഖ്യ കേന്ദ്ര ബിന്ദുവാകുന്നത് നമ്മുടെ നികുതി പണം കൊണ്ട് ചെലവഴിയുന്നു. ഇതിന്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ കാണുന്ന ഒട്ടനവധി ഇപ്പൊ പാർട്ടികൾ. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല ഏതൊക്കെ പാർട്ടികളാണ്. സത്യമാണ്. ഉദാഹരണത്തിന് കൃഷ്ണൻകുട്ടി ഏത് പാർട്ടി? ജനതാദളിന്റെ പാർട്ടി അംഗമാണ്, MLA ആണ്, അദ്ദേഹം മന്ത്രിയാണ്. അതേ പാർട്ടിയുടെ മെമ്പറിൽ ഒരു MP, ആ പാർട്ടിയുടെ അംഗം മോഡി മന്ത്രിസഭാ അംഗമാണ്. മോദിയാണെങ്കിൽ ഇവിടെ ഇവർക്ക് കണ്ട ശത്രുവാണ്. മനസ്സിലായില്ലേ? ഒരേ സമയം മോദി മന്ത്രിസഭയിലെ അംഗവും ഇവിടെ പിണറായി വിജയൻ മന്ത്രിസഭയിലെ അംഗവുമായിട്ടിരിക്കുന്ന ഒരു പാർട്ടിയിലെ രണ്ടംഗവും. അപ്പൊ ഈ രീതിയിലുള്ള ഒരുപാട് തമാശകളാണ്. അതേപോലെ തന്നെ കേരള കോൺഗ്രസ് എത്രയുണ്ട്? എനിക്ക് തോന്നുന്നു കൃഷ്ണൻകുട്ടിയുടെ പാർട്ടിയിൽ 2 MLA-മാരുണ്ടോ? 2 MLA-മാരുണ്ട്. പിന്നെ ഒരു MLA-മാരുള്ളൂ, KP മോഹനൻ. അത് പിന്നെ RJD ശ്രേയംസ് കുമാറിന്റെ ഒരേ പാർട്ടി വളർന്നുണ്ടായതാണ്. ഇതെല്ലാം ജനതാദൾ അതിൽ നിന്നുണ്ടായ. അതെ, അവര് ഈ പറഞ്ഞ, അപ്പം അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. അപ്പൊ അതേസമയത്ത് INL, അവർക്ക് പക്ഷേ ഈ INL-ന് എത്ര അണികളുണ്ടാവും? അണികൾ എത്രയുണ്ട്? ഒരു MLA ഉണ്ട്, ഒരു മന്ത്രിയുണ്ട്. അദ്ദേഹത്തിന് നല്ല പ്രധാനപ്പെട്ട ഒരു വകുപ്പും കൊടുത്തിട്ടുണ്ട് സംഗതി. അപ്പം അതിൽ രാമേന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹത്തിന് എന്നും ഒരു മന്ത്രി പദവിയുണ്ട്. നല്ല മനുഷ്യനാണ്, പാവം മനുഷ്യനാണ്. പാവം മനുഷ്യന്മാർക്ക് കൊടുക്കാനുള്ളതല്ലോ അല്ല മന്ത്രിസഭ. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ഈ സാറ് പറഞ്ഞൊരു വീക്ക്നെസ് അതിലുണ്ട് തോന്നുന്നു. പിണറായി വിജയന്റെ ഒരു ഗുഡ് ബുക്കിൽ എന്നും മൂപ്പരുണ്ട്. അദ്ദേഹത്തിന്റെ ആവശ്യമുണ്ടോ എന്തോ എപ്പോഴെങ്കിലും സഹായിച്ചിട്ടുണ്ടാവാം, അറിയില്ല. അതാ പറഞ്ഞത്, അതൊക്കെ ഇതൊരു ബെർത്ത് എപ്പോഴും കൊടുക്കുന്നു. അതുപോലെ AK ശശീന്ദ്രൻ വനംവകുപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് കേരളത്തിലെ ഏറ്റവും അടിയന്തര പ്രശ്നമായിട്ട് പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടുത്തെ ഈ NCP അല്ലേ അദ്ദേഹം? NCP വീണ്ടും പിളർന്നു. PC ചാക്കോക്കെ അതെ, അത് വീണ്ടും പിളർന്നു. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് വ്യക്തതയില്ല അവരെവിടൊക്കെയാണെന്നുള്ള സംഗതിയിൽ, ഇല്ലേ? ഇവരെയൊക്കെ നമ്മൾ പോറ്റേണ്ടി വരുന്നു. മാത്രമല്ല, ഇപ്പം AK ശശീന്ദ്രനൊക്കെ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം എത്ര പേരാണ് മരിച്ചു വീഴുന്നത്, അല്ലേ? അല്ല, ഒരു വകയ്ക്കും ഒരു ഉപകാരവും ഭരിക്കാനും പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രായം ഒരു പക്ഷെങ്കിൽ അതിന് ഒരു ഘടകമായിരിക്കും. പ്രായമാകുന്ന മനുഷ്യന് നമുക്കൊരു പോരായ്മ കണക്കാക്കാൻ പറ്റില്ലെങ്കിൽ പോലും, പക്ഷെ ചില സന്ദർഭങ്ങളിൽ അതിന് യോഗ്യത അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടതാണ്. അതിന് ഈ അധികാരം സാറേ, അതാണ് അവനവന് വയ്യ എന്ന് ഒരു അധികാരിയും പറയുന്നില്ല. ഇത് വല്ലാത്ത അവസ്ഥ. അപ്പൊ ഇതെല്ലാം ഇത്തരം ഈ വ്യക്തികളുടെ താല്പര്യം രാഷ്ട്രീയത്തിൽ വരികയും പാർട്ടിയുടെ താല്പര്യം പോലും നോക്കാതെ വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് പാർട്ടികളെ മാറ്റി ആ ഉണ്ടാവുന്ന ഒരു ദൂഷിത വലയത്തിൽ അപ്പുറത്തെ UDF-ൽ ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ കേരള കോൺഗ്രസ്, പിന്നെ ജേക്കബ് ഉണ്ട്, ജോണി നല്ലൂരിന്റെ ഉണ്ട്, പിന്നെ PJ ജോസഫിന്റെ മെയിൻ കേരള കോൺഗ്രസ് ഉണ്ട്, അല്ലേ? എല്ലാം. അപ്പൊ ഇതൊക്കെ ഇപ്പം നേരത്തെ മാഷ് പറഞ്ഞതുപോലെ ചില മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാൾ തോൽപ്പിക്കാനും പറ്റും. അതുകൊണ്ടാണ് ഇവർക്ക് വേറൊരു ദൗർബല്യം കിടക്കുന്നത്. കാരണം കേരളത്തിൽ ഒരു MLA-യുടെ സീറ്റ് എന്ന് പറയുന്നത് പോലും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഒരു സീറ്റ് നഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ന്യായത്തിന്റെ പേരിലാണ് ഇങ്ങനെയുള്ള ഈ വ്യക്തിപരമായ താല്പര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ ഘടകവും കണക്കിലെടുത്തുകൊണ്ട് വരെ UDF-ൽ ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പ് അല്ലേ? കേരള കോൺഗ്രസിന്റെ ജോസഫാണുള്ളത്, അനൂപ് ജേക്കബിന്റെ, അതേപോലെ തന്നെ ജോണി നെല്ലൂർ ഇപ്പൊ എവിടെയാണ്? അതെനിക്കറിയില്ല. ജോണി നെല്ലൂർ എനിക്ക് തോന്നുന്നു UDF തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇതുപോലെ MLA അല്ല. അപ്പൊ അവിടെ ആ പാർട്ടിയുടെ അതിനും മന്ത്രി അല്ല, അധികാരത്തിൽ വന്നാലേ പ്രശ്നം.
അപ്പൊ ഇത് ഒരു അവ്യക്തമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇവരൊന്നും കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ മണ്ഡലത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്കൊരു സംശയം തോന്നുന്നു പറഞ്ഞാൽ RSPയുടെ സ്ഥിതി എന്താ? RSP അത് തന്നെയാണ്. ഇപ്പൊ RSP ഒന്നിച്ചു വരും, അവര് ഒന്നിച്ചപ്പോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഒരു മന്ത്രി കൂടി കൊടുക്കേണ്ടി വന്നിരുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പൊ RSP ഇപ്പം പ്രേമേന്ദ്രൻ ഇങ്ങോട്ട് മാറിയതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പം ഷിബു ബേബി ജോണും പിന്നെ പ്രേമേന്ദ്രനും ഒക്കെ ഒന്നിച്ചിപ്പോ RSP ഒന്നേ ഉള്ളൂ. അത് കൊല്ലത്തുള്ളവരുടെ ഒരു ചെറിയൊരു സ്വകാര്യ ഏർപ്പാട് എന്ന് പറഞ്ഞതുപോലെ RSP കൊല്ലത്ത് കുറച്ചു പേർക്ക് അവർക്കുണ്ട്. അവരെ കൊല്ലം രാഷ്ട്രീയത്തിന് RSPയെ കൊല്ലത്ത് അവഗണിക്കാൻ പറ്റത്തില്ല. അത് പക്ഷേ ബേബി ജോൺ സാർ ഉണ്ടാക്കി സാർ. ഇപ്പൊ നീണ്ടകര എടുത്ത് നോക്കി കഴിഞ്ഞാലും കൊല്ലത്തിന്റെ പല പ്രദേശങ്ങളെടുത്ത് RSPക്ക് കുറച്ച് പേരുണ്ടാവും. അപ്പൊ അത് അങ്ങനെ ഒരു ബലമുള്ള പാർട്ടി ആയിരുന്നല്ലോ അല്ലെ പണ്ട്. വളരെ ഈ ബലം പണ്ട് ഈ പറഞ്ഞ നേതാക്കന്മാരുടെ ബലം തന്നെയായിരുന്നു. ഇപ്പൊ ബേബി ജോൺ, അതുപോലെ ശ്രീകണ്ഠൻ നായർ, RS ഉണ്ണി, ഇങ്ങനെയൊക്കെയുള്ള വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ആ ഒരു ബലത്തിലായിരുന്നു അന്ന് അണികളും ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് അവശേഷിച്ച ആൾക്കാരാണ് ഇവരുടെ കൂടെ ഉള്ളത്. പിന്നെ ഇപ്പൊ സ്വാഭാവികമായിട്ടും പ്രേമേന്ദ്രൻ ഈ പാർലമെന്റിലൊക്കെ പോയിട്ട് പ്രേമേന്ദ്രൻ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു നേതാവ് തന്നെ, സംശയമില്ലാത്ത കാര്യമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കരിഷ്മയാണ് സത്യത്തിൽ ഇപ്പോൾ കൊല്ലത്ത് RSP വിളിച്ചിരിക്കുന്നത്. അതുപോലെ ഷിബു ബേബി ജോൺ, നല്ല ലീഡറാണല്ലോ. ഷിബു നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. അപ്പൊ അവരുടെ കൂടെയുള്ള ആൾക്കാരെ പിന്നെ ചെതറിപ്പോകാതിരിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമാണ്. ഈ NDA പച്ചപിടിക്കാത്തത് എന്താ? BJP BDJSന്റെ സ്ഥിതി എന്താ? BDJS എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയുന്ന പോലെ ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ ഒരു വൈരുദ്ധ്യാത്മിക രാഷ്ട്രീയവാദത്തിന്റെ ഭാഗമാണ്. ഒരു വീട്ടിൽ തന്നെ BDJSഉം അതോടൊപ്പം തന്നെ CPM. ഒരാള് അച്ഛൻ ഇടതുപക്ഷത്തും മോന് BJPയിലും അമ്മയെ വേണേ കോൺഗ്രസും ചേർക്കായിരുന്നു. തീർച്ചയായിട്ടും ആലോചിക്കാവുന്ന. അപ്പൊ ഈ രീതിയിലുള്ള തമാശകളെ പോലുള്ള സംഗതിയാണ്. ഉദാഹരണത്തിന് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്ഥാനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത് BDJSനും വേണ്ടി നടത്തുന്നതാണ്, CPMന് വേണ്ടി നടത്തുന്നതാണ്. അപ്പൊ CPMന്റെ ഇപ്പോഴത്തെ ഒരു നയം അത് തന്നെയാണല്ലോ. വേറെ ഘടകകക്ഷികൾ ഉണ്ടോ അതിനകത്ത്? NDAയിൽ CK ജാനു പോയി. ഇപ്പോ CK ജാനു NDA പോയി. ഇപ്പൊ UDF ആയിട്ട് അവര് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റു പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊന്നും ഇല്ല. ചില്ലറ ജാതി സംഘടനകളൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ. ജമാഅത്തെ ഇസ്ലാമി അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആരെ? UDFനെ. UDFനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇവരുടെ NDAയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. NDAയിൽ വേറെ കുറെ അധികം പാർട്ടികളുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അതിന്റെ ഓർമ്മയിൽ വരുന്നില്ല. പഠിച്ചു വെക്കാൻ എളുപ്പമല്ല. എന്തായാലും ഈ കൊച്ചു പാർട്ടികളുടെ ശല്യം, അല്ലെങ്കിൽ കൊച്ചു പാർട്ടികളുടെ ഈ ആവശ്യമില്ലാതെ രാജ്യം ജനാധിപത്യം വഹിക്കേണ്ടി വരുന്ന ചെലവുണ്ടല്ലോ ഇവർക്ക്. അത് തടയാൻ എന്താ വഴി? നിയമം കൊണ്ടുവരാൻ പറ്റുമോ? അത് തടയാൻ ഈ പറഞ്ഞ ജനങ്ങള് ബോധവാന്മാരാകുക എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മളുടെ ഈ ത്രിതല സംവിധാനം, അതിനെക്കുറിച്ചിട്ട് അതിന്റെ ശക്തി തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിന് മാറ്റം വരും. കാര്യം ഈ ത്രിതല സംവിധാനം വാർഡ് സഭയിൽ ഈ പറഞ്ഞ പോലെ വാർഡിൽ നിന്നാണ് തുടങ്ങുന്നതെന്നുള്ളതും, വാർഡ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അധികാരം നമ്മുടെ കയ്യിലേക്ക് വരും എന്നറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗുണപരമായ മാറ്റം കുറെ കാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ആ ദൗർഭാഗ്യവശാൽ ഇപ്പോഴും ഈ ത്രിതല സംവിധാനത്തെ കുറിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് പോലും വേണ്ട വിധം ഒരു ധാരണയില്ല എന്നുള്ളതാണ്. ഈ ഒറ്റയാൾ പാർട്ടികളെ തോൽപ്പിക്കാനും വേണം ജനം തന്നെ തീരുമാനിക്കുക, അല്ലേ? അത് ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ അത് പെട്ടെന്ന് സാധ്യമല്ലത്. കാരണം എന്ന് വെച്ചാൽ ഒറ്റയാൾ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു മുന്നണിയുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നത്. അവർ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ മുന്നണി മറുപടി പറയേണ്ടി വരും. ജനങ്ങളുടെ ചെലവിലാണെങ്കിൽ അവർ കഴിഞ്ഞുകൂടും. തീർച്ചയായിട്ടും. കാര്യം ഇപ്പൊ നമ്മുടെ കേരളത്തിലെ വളരെ സിമ്പിളായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഈ മുന്നണികളാണെങ്കിലും നയിക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കളാണെങ്കിലും അവരുടേതായ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത്. ആ ഒരു സമീപനത്തിന്റെ ഒരു പ്രതിഫലനങ്ങളാണ് ഈ ചെറിയ ചെറിയ പാർട്ടികളുടെ നിലനിൽപ്പ് തന്നെ. ഇവർക്ക് ഈ പിളരും തോറും വളരാനുള്ള സൗകര്യം അതാണ്. പിളരുമ്പോൾ മന്ത്രിമാരുടെ എണ്ണം കൂടും, അല്ലേ? ഏത് കാലത്തും ഒരു മന്ത്രി ഉണ്ടാവും, ഒന്നോ രണ്ടോ മന്ത്രി. ഈ തട്ടിപ്പുകൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാരം കുറക്കാൻ. ജനങ്ങളുടെ ചുമലില് ഇവരൊക്കെ ഒരു വലിയ പരാതങ്ങളായിട്ട് ജനങ്ങളുടെ ചെലവിൽ കഴിഞ്ഞുകൂടുന്നൊരവസ്ഥ. ഒരു വലിയ പാർട്ടിയാണെങ്കിൽ 1, 2, 3 വലിയ പാർട്ടികൾ മത്സരിച്ച് ജനസേവനം ചെയ്തിട്ട് അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടുന്നതിന് പകരം ഈ പാർട്ടികളെ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമില്ലാതിരിക്കുകയും
ജനങ്ങൾ ഈ പാർട്ടികളെയൊക്കെ പോറ്റേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് വലിയൊരു ദുര്യോഗമാണ്. അതിൻ്റെ ഒരു പ്രധാന ഒരു കാരണമായിട്ട് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുമാണ്. പ്രധാനപ്പെട്ട കാര്യം അവർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. അല്ല, ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 MLA-മാരെങ്കിലും ജയിപ്പിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയെയും ഒരു മുന്നണിയിലും സ്വീകരിക്കേണ്ടതില്ല എന്നൊരു നിലപാട് മുന്നണികൾക്ക് ചുരുങ്ങിയ പക്ഷം മന്ത്രിസ്ഥാനമെങ്കിലും കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയെങ്കിലും ഒരു പ്രഖ്യാപനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു അവബോധം ഉണ്ടാക്കേണ്ടതാണ്. ഇപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ ചർച്ചകളിലൂടെ തന്നെ ഉണ്ടാവേണ്ട അവബോധം മുന്നണികൾക്കും പാർട്ടികൾക്കും ഒക്കെ അങ്ങനെ അവബോധം ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ ആയാൽ ഇങ്ങനെ ഒറ്റക്കൊറ്റക്ക് നിന്നിട്ട് ഒരു MLA ഉണ്ടാക്കി ഒരു മന്ത്രിയായി കളയാമെന്ന മോഹത്തിൽ നിന്ന് ഈ അധികാര വിഷാംദേഹികൾ ഉണ്ടല്ലോ, അതെ അവരെ ഒന്ന് അടക്കി നിർത്താനും ഒക്കെ നല്ലതാണ്. ഏതായാലും അത്തരത്തിലുള്ള ആലോചനകൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലും ജനാധിപത്യത്തിന്റെ എല്ലാ തുറകളിലും നടക്കട്ടെ. തീർച്ചയായിട്ടും നമുക്കത് ചർച്ച തുടങ്ങി വെക്കാനേ പറ്റൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.